ഇരു മുന്നണികൾക്കും ഒരേ സമയം വെല്ലുവിളിയാവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. UDF കൺവീനർ അടൂർ പ്രകാശിനു പിന്നാലെ ആന്റണി MP-യെ കൂടി SIT ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ഉയർത്തിയാണ് UDF-നെതിരെ LDF പ്രചാരണത്തിനിറങ്ങുന്നത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ CPM-നെയും പ്രതിസന്ധിയിലാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുമുന്നണിയെ മാത്രമാണ് പ്രതിരോധത്തിലാക്കിയെങ്കിൽ അതിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് UDF മാത്രമാണെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇടതുമുന്നണി കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തെ പോലെ പ്രതിരോധത്തിലാവുകയല്ല, മറിച്ച് പ്രത്യാക്രമണം നടത്തുകയാണ് UDF-നെതിരെ. അത് ആദ്യം അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തു. അടൂർ പ്രകാശ് പോറ്റിയുമായുള്ള അടുത്ത ബന്ധം സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെ ഏറ്റവും സുരക്ഷ ഉള്ള വസതികളിലൊന്നായ ജൻ-10-ലെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് 2 തവണ ഈ സ്വർണ്ണ കട്ടയാളും സ്വർണം വിറ്റയാളും എത്തിയെന്ന ചോദ്യം, വാങ്ങിയ ആളും എത്തിയെന്ന ചോദ്യമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെയാണ് പത്തനംതിട്ട MP ആന്റണിക്കെതിരെ ഉള്ള ആരോപണം കൂടി. ആന്റണി സ്വാഭാവികമായും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന് പേരിൽ മാത്രമല്ല 2 കോടി രൂപ ആ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റണിക്ക് നൽകിയെന്ന കാര്യം കൂടി കോൺഗ്രസിനെയും ആന്റണിയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ഈ SIT-യുടെ മാത്രമുള്ള അന്വേഷണമല്ല, അവിടെ ED-യുടെ അന്വേഷണത്തിൽ ED-യിൽ നേരിട്ട് തന്നെ ED-ക്ക് കേസെടുക്കാവുന്ന തെളിവുകളായി ആന്റണിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതും സ്വാഭാവികമായും ഇടതുമുന്നണിയും BJP-യും സ്വർണ്ണക്കൊള്ളയുമായി ലിങ്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. അതേസമയം CPM-നും ആശ്വസിക്കാൻ വകയില്ല. കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അത് മൊഴിയെടുപ്പ് മാത്രമായാലും തനിക്ക് ഒരു ബന്ധവും ഇതുമായി ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം, അടുപ്പം കടകംപള്ളിക്ക് വീണ്ടും വിനയാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ. അതായത് ഒരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ് കടകംപള്ളി നേരത്തെ പറഞ്ഞത്. പക്ഷേ ഒരു തവണയല്ല, അല്ലാതെയും പോയിട്ടുണ്ട്. അതിന് തെളിവുകൾ ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ കടകംപള്ളി നിലപാട് മാറ്റിയത് എത്ര തവണ പോയി എന്ന കാര്യത്തിൽ തനിക്ക് ഓർമ്മയില്ല. 8 വർഷം മുമ്പുള്ള കാര്യമാണ്. 1-2 തവണയൊക്കെ പോയി കാണും. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല ആളാണ്, നല്ല ഭക്തൻ എന്നൊരു വിശ്വാസമാണ് തനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് കടകംപള്ളി തലയുരാൻ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷെ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കാം. ഒരു തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതാണ്. വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. അടൂർ പ്രകാശിനെതിരെ വീണ്ടും വേണമെങ്കിൽ അന്വേഷണമുണ്ടാകാം. SIT ഇതിനകം തന്നെ ആന്റണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 മുന്നണികളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറുകയാണ്. സ്വർണ്ണക്കൊള്ള തന്നെയാകും തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയം ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ 2 മുന്നണികൾക്കും അത് അത്ര സുഖകരമായ അവസ്ഥയിലൂടെയല്ല, രാഷ്ട്രീയ അവസ്ഥയിലൂടെയല്ല സ്വർണ്ണക്കൊള്ള മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ നേട്ടം കൊയ്യാൻ BJP-യും രംഗത്തുണ്ട്. 2 മുന്നണികളും വിശ്വാസികളെ വഞ്ചിച്ചവരാണ്, വിശ്വാസത്തെ പറ്റിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകേണ്ട തങ്ങൾക്കാണ് എന്ന നിലപാടുമായി BJP രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഇതിനകം മാറിക്കഴിഞ്ഞു. അത് പ്രതിരോധിക്കാനും ആക്രമിക്കാനും വലത് മുന്നണികൾ തയ്യാറെടുക്കുമ്പോൾ BJP രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് ആന്റണി MP 2 കോടി രൂപ വാങ്ങി തിരികെ നൽകിയില്ല എന്ന ആരോപണം ഗൗരവമുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പണം എങ്ങനെ വാങ്ങിയെന്നും തിരികെ നൽകിയെന്നും MP വ്യക്തമാക്കണം. മറുപടി നൽകാൻ കോൺഗ്രസിനും ബാധ്യതയുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആന്റണി MP-ക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്നത് ശരിയില്ല, ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി 2 കോടി രൂപ വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാ വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ, അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. MP ആണല്ലോ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് BJP മാർച്ച്. MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയനൊപ്പം സോണിയാഗാന്ധിയും സംശയത്തിന്റെ പ്രതിപട്ടികയിലാണെന്ന് MT രമേശ് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് VD സതീശനും പിണറായിയും ഒന്നിച്ചു നീങ്ങുന്നുവെന്നും MT രമേശ് ആരോപിച്ചു. വളരെ ഉയർന്ന നേതാക്കന്മാരുടെ പങ്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ അന്വേഷണത്തെ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിൽ തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
എത്ര തവണ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. പോറ്റിയുടെ കൂടെയുള്ള ഫോട്ടോ ആണ് പ്രശ്നമെങ്കിൽ പിണറായിയെയും ചോദ്യം ചെയ്യട്ടെ. രക്ഷപ്പെടാമെന്ന് CPM കരുതേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് UDF കൺവീനറെ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണോ? ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തു. ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി. ഇദ്ദേഹം കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ? അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ലോക്സഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ്, ഒരു വോട്ടറാണ്. അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പുകമറ ഉണ്ടാക്കി കുറെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ CPM പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.